മക്കളെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് നിങ്ങൾ എല്ലാവരെയും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. സോ ഈ ഒരു വീഡിയോ ഇപ്പം തന്നെ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ വർഷം 8ാം ക്ലാസ്സിലെ മിനിമം മാർക്ക് പദ്ധതി ഉണ്ടായിരുന്നു. അതായത് എഴുത്തു പരീക്ഷയിൽ 30% മാർക്ക് ഉള്ള കുട്ടികൾ മാത്രമാണ് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് പോകുള്ളൂ അല്ലേ. അപ്പോൾ ഈ വർഷം നമ്മുടെ ഓണം എക്സാം മുതൽ ഈ ഒരു മിനിമം മാർക്ക് പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടി പോവാണ് സർക്കാർ. 5ാം ക്ലാസ് മുതൽ 9ാം ക്ലാസ് വരെയുള്ള എല്ലാ പരീക്ഷകൾക്കും എഴുത്തു പരീക്ഷയിൽ 30% മാർക്ക് മിനിമം വാങ്ങിക്കണം എന്നുള്ള ഒരു കണ്ടീഷൻ, ആ ഒരു മിനിമം മാർക്ക് പദ്ധതി ഇതാ ഇപ്പോൾ കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ്. സോ ഓണം എക്സാം മുതലായിരിക്കും തുടങ്ങുന്നുണ്ടാവുക. അതുപോലെ തന്നെ ക്ലിയർ ആയിട്ട് നമ്മളുടെ ഈ ഒരു പത്രവാർത്തയിൽ നിന്ന് കൃത്യമായിട്ട് പത്രവാർത്ത വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പത്രവാർത്തയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 മുതൽ 9 വരെയുള്ള ക്ലാസ്സുകൾക്ക് ഈ വർഷം 1ാം പാദവാർഷിക പരീക്ഷ, അതായത് നമ്മുടെ ഓണം എക്സാമിന് മിനിമം മാർക്ക് നിർബന്ധമാണ്. എഴുത്തു പരീക്ഷയ്ക്ക് നിങ്ങൾ 30% മാർക്ക് എന്തായാലും നേടിയിരിക്കണം എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഓണം വെക്കേഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾ തിരിച്ച് സ്കൂളിലേക്ക് വരുമ്പോൾ, അഥവാ സ്കൂൾ തുറന്നതിന് ശേഷം 1 വീക്കിനുള്ളിൽ, കൃത്യം പറഞ്ഞാൽ സ്കൂൾ തുറന്നതിന് ശേഷം 7 ദിവസത്തിനകം നിങ്ങൾക്ക് പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ച് നിങ്ങൾക്ക് കിട്ടും. അതായത് നിങ്ങളുടെ ഓരോ സബ്ജക്റ്റിൻ്റെയും മാർക്സ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. അതിനുശേഷം ഈ ഒരു 30% മാർക്ക് നേടാൻ പറ്റാത്ത കുട്ടികൾക്ക് പിന്തുണാ ക്ലാസ്സുകൾ നൽകും. അതായത് സെപ്റ്റംബറിൽ 2 ആഴ്ച. അപ്പോൾ ഈ മിനിമം മാർക്ക് നേടാൻ കഴിയാത്ത വിദ്യാർത്ഥികൾക്ക് സെപ്റ്റംബർ മാസത്തിൽ 2 ആഴ്ചത്തെ പിന്തുണാ ക്ലാസ്സുകൾ, അതായത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്സ്ട്രാ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭ്യമായിരിക്കും എന്നാണ് അറിയാൻ വേണ്ടി പറ്റിയിട്ടുള്ളത്. അപ്പം കുട്ടികളുടെ പഠന നിലവാരം ഉയർത്താൻ വേണ്ടി തന്നെയാണ് ഇത്തരത്തിലുള്ള പദ്ധതികൾ കൊണ്ടുവരുന്നത്. സോ നമ്മൾ ഓണം എക്സാം ആണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അതിനെ എന്ത് ചെയ്യരുത്, വെറുതെ കളയരുത്, അഥവാ സില്ലിയാക്കി വിടരുത്. ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓരോ പരീക്ഷയ്ക്കും അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഇപ്പോൾ സർക്കാർ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. സോ ഈ ഒരു മിനിമം മാർക്ക് പദ്ധതി അറിയാത്ത നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്യുക. നന്നായിട്ട് പഠിച്ചു തുടങ്ങുക. ഇതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ എക്സാമിനർ ഫാമിലി ഉണ്ട്. നമ്മുടെ ക്ലാസ്സുകളിൽ, അതായത് നമ്മുടെ ചാനലുകളിൽ എല്ലാ ദിവസവും ലൈവുകളും നടക്കുന്നുണ്ട്. കൃത്യമായിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ട് നന്നായിട്ട് പഠിക്കാം. നമുക്ക് വളരെ ഈസി ആയിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു 30% മാർക്ക് എന്ന് പറയുന്നത് അതിലും അടിപൊളിയായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്കോറിലേക്ക് ഉറപ്പായിട്ടും നിങ്ങളെ എത്തിക്കാൻ വേണ്ടി പറ്റുമെന്ന് ഉറപ്പ് എക്സാമിനറിനുണ്ട്. അപ്പം നമ്മുടെ കൂടെ ലൈവുകളെല്ലാം അറ്റൻഡ് ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക. ആൻഡ് ഈ വർഷത്തെ ഓണം എക്സാം നമ്മൾ തകർക്കും. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഈ വീഡിയോ എന്ത് ചെയ്യുക, ഷെയർ കൂടെ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.